ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? വയനാടൻ സ്പെഷ്യലായിട്ടുള്ള ടയർ പത്തിരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ടയർ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നതും കഴിക്കുന്നതുമൊക്കെ. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറയാനായിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൊന്നി പുഴുക്കലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റേഷൻ പുഴുക്കലരി വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ പൊന്നി പുഴുക്കലരിയാണ് ഒന്നും കൂടെ നല്ലത്. 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുതിർത്ത് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. നമുക്കിനി ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ ബ്ലെൻഡറിൽ അരച്ചെടുത്താലും മതി. എങ്ങനെ അരച്ചെടുത്താലും നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇത് വാട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാസർഗോഡൻ പത്തിരിപ്പൊടിയില്ലേ, ആ ഒരു പത്തലിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാത്ത നൈസ് പത്തിരിപ്പൊടിയല്ല. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇത് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടി ചേർത്തിട്ടാണ് ഒന്ന് തിക്കാക്കി എടുക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ അത്രയും തിക്ക് വേണ്ട, ഇതിന് അത്രയും കട്ടി വേണ്ട. നമ്മളിത് പത്തിരി പ്രസ്സിലൊന്നും അല്ല പ്രസ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഒന്ന് ഇതാക്കി ഒന്ന് പരത്തിയെടുക്കുന്നേ ഉള്ളൂ ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള മാവ്, അത്രയും തിക്കായിട്ടുള്ള മാവ് വേണ്ട. അതിനേക്കാൾ ഒരിച്ചിരി അയവിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ഇച്ചിരി അയവിൽ തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. കുറച്ച് വലിയ ബോൾസാക്കി എടുക്കലാണ് കേട്ടോ. നമ്മൾ സാധാ പത്തിരിക്ക് ചെയ്യുന്ന പോലെ അല്ല, കുറച്ച് നല്ല വലിയ രീതിയിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നേ ഉള്ളൂ. കട്ടിക്ക് പരത്തുന്നതാണ്, തിന്നായിട്ടല്ല. ഒറോട്ടി ചെയ്യുന്നത് ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. വാഴയിലയിൽ ചെറുതായിട്ടൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ച രണ്ടും സെയിം ആണെന്നാണ്. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഏകദേശം സെയിം. പക്ഷേ ആ പരത്തുന്നതിൽ വ്യത്യാസമുണ്ട്. ഒറോട്ടി ചെയ്യുന്നത്, ഒറോട്ടി കുറച്ച് തിന്നായിട്ടാണ്. ഈ ഒരു ടയർ പത്തിരി നല്ല കട്ടിക്ക് ടയർ പോലെയാണ് ഷേപ്പ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒട്ടും പൊട്ടാത്ത രീതിയിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ ഇതുപോലെ ഒന്ന് പരത്തി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നേ ഉള്ളൂ. കട്ടിക്കല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് കട്ടിക്ക് പരത്തി എടുക്കുക. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വാഴയില മൂടി വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സാധാ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് സാധാ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ചെയ്യാറുള്ളത് മൺകല്ല് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. മൺകല്ല് എന്ന് പറഞ്ഞിട്ട് മണ്ണിൻ്റെ കല്ല്, അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടാണ് ഇത് ആദ്യം വേവിച്ചെടുക്കുന്നത്. ഒരു 4-5 പ്രാവശ്യമൊക്കെ നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു വാഴയില നല്ലോണം ഒന്ന് കരിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ ആകുന്നുണ്ട്. അത്രയും അങ്ങനെ ആവണം ശരിക്കും. അപ്പോൾ നമുക്കിതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 പ്രാവശ്യം നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വെന്ത് വരും. ഇനി ചെറിയൊരു പണിയുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു മുകൾ ഭാഗം ഇട്ട വാഴയില മാറ്റിയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഒരു ടയർ ഷേപ്പ് ആക്കി എടുക്കുകയും വേണം. അതുപോലെ ഉൾഭാഗം വെന്ത് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പൊങ്ങി വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, നമ്മൾ പത്തിരിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പൊങ്ങി വരില്ല, ആ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് വീർത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ടയർ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ടായിന്. നല്ല എക്സ്പീരിയൻസൊക്കെ ഉള്ളവർ എന്തായാലും ഇത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ വാഴയില നല്ലോണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു വാഴയില വെച്ച് കൊടുക്കാം കേട്ടോ. അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള വാഴയില നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇനി കുറച്ച് നേരം നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ മൂടി വെക്കണമെന്നില്ല. അതുപോലെ വാഴയില കവർ ചെയ്യണമെന്നില്ല കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് ഇനി ചെറിയ രീതിയിലൊന്ന് തിരിച്ച് മറിച്ചും ഇട്ടതിന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉരുട്ടിയെടുത്തിട്ടാണ് നമ്മൾ ടയർ ഷേപ്പ് ആക്കി കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ വാഴയില കരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടെങ്കിൽ വാഴയില ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നല്ലോണം ചൂട് കയറണം. എനിക്ക് തോന്നുന്നു മൺകല്ല് അതിൽ ഇതിനേക്കാളും പെട്ടെന്ന് കുക്കാകുന്നുണ്ടാകും ആ ഒരു കല്ലിൻ്റെ ചൂട് കൊണ്ട്, ആ ഒരു പാനിൻ്റെ. ഞാൻ വാഴയില ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന്
ഉരുട്ടി കൊടുത്തിട്ടുള്ളത്. നല്ലോണം പ്രസ് ചെയ്ത് ഉരുട്ടി കൊടുക്കണം. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നത് തന്നെ ഞാൻ കാണിക്കാതെ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉരുട്ടി കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്കും ടയർ ഷേപ്പായി കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. കുറച്ചൊന്ന് വീർത്ത് വന്നിട്ടുമുണ്ട്. ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ പരത്തി ചുട്ടെടുത്താൽ മതി ഓരോന്നും. അപ്പോൾ ഇതേപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി, നേരത്തെ കാണിച്ച പോലെ. പിന്നെ ഒറോട്ടി എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ച് തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ടയർ ഷേപ്പ് അല്ല, അത് കുറച്ച് തിന്നാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. വാഴയില വെച്ചിട്ടൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നത് കഴിക്കാൻ നേരത്തെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് സെർവ് ചെയ്യുകയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ട്രേയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, ഒന്നാം പാലാണ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു തേങ്ങാപ്പാലും കൂടെ ഒന്നിച്ച് സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് വേണ്ടത് കറി, എന്ത് കറിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനതൊന്നും ഇതിലിപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ എന്ത് കറിയും ചിക്കൻ കറി അല്ലെങ്കിൽ എന്ത് കറിയും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ ആ ഒരു കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഒരു തേങ്ങാപ്പാലിൽ നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു ടയർ പത്തിരിയും കറിയും കൂടെ കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവർ ഇതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്, അത് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്